രാജ്യതലസ്ഥാനത്തേക്ക് മാർച്ച് കടത്തിവിടില്ല എന്ന നിശ്ചയദാർഢ്യത്തിൽ രാവിലെ മുതൽ തന്നെ കൂടുതൽ അർദ്ധസൈനിക വിഭാഗത്തെ അതിർത്തികൾ വിന്യസിച്ചു കഴിഞ്ഞിരിക്കുന്നു. മാർച്ച് ആരംഭിച്ചാൽ അത് ഇടയ്ക്ക് വെച്ച് തടയാനുള്ള തീരുമാനത്തിലാണ് മറ്റ് സർക്കാരുകളും യുപിയും ഹരിയാനയും അടക്കമുള്ള സർക്കാരുകൾ. ഏതായാലും വലിയ ഗതാഗത കുരുക്കാണ് ഇപ്പോൾ തലസ്ഥാനത്ത് ഉണ്ടായിരിക്കുന്നത്. രാജ്യതലസ്ഥാനത്ത് ഒരു വലിയ ഗതാഗത കുരുക്കാണ് ഉണ്ടായിരിക്കുന്നത്. നമുക്കത് മുൻപും നമ്മൾ ഈ കാഴ്ച കണ്ടതാണ്. മുൻപും ഇത്തരത്തിലൊരു സമരം നടന്ന സാഹചര്യത്തിൽ ഒരു വലിയ ഗതാഗത കുരുക്ക് തന്നെ ഉണ്ടായിരുന്നു. വാഹനങ്ങൾ വഴിതിരിച്ച് വിടുകയാണ്. ഒപ്പം തന്നെ ട്രെയിനുകളും ബസ്സുകളും മറ്റ് വാഹനങ്ങളിലുമെല്ലാം തന്നെ പോലീസ് സേന പരിശോധനകൾ നടത്തുന്നുണ്ട്. കാരണം സമരക്കാർ എങ്ങനെയാണ് എത്തുക എന്നറിയില്ല. അതുകൊണ്ട് തന്നെ ട്രെയിനുകൾ അടക്കമുള്ളവ പരിശോധിക്കുന്നുണ്ട്. കൂടുതൽ അർദ്ധസൈനിക വിഭാഗത്തെയും വിന്യസിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതായത് അതിർത്തി കടന്ന് രാജ്യതലസ്ഥാനത്തേക്ക് എത്താൻ അനുവദിക്കില്ല. ഒരുപക്ഷെ അതിൻ്റെ നേതാക്കന്മാരുമായി മന്ത്രിമാർ ചർച്ച നടത്താനുള്ള സാധ്യതയുണ്ട്. ഇന്നലെ നടന്ന ചർച്ച മുടങ്ങിപ്പോയിരുന്നു. ആ ചർച്ച എങ്ങും എത്തിയില്ല. ഒരുപക്ഷെ ആ ചർച്ച നടക്കാനുള്ള സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ ഇന്ന് നടക്കുന്ന ആ ഒരു മാർച്ച് ഏത് തരത്തിൽ സമാപിക്കും എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ടി വരും. ഏതായാലും വരും മണിക്കൂറുള്ള അപ്ഡേറ്റ്സുമായി പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തുന്നതായിരിക്കും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.